ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. പാറൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ, നമ്മളിന്ന് ഉണ്ടാക്കിയത് ഉണ്ടംപൊരിയാണ് കേട്ടോ. അത് നമ്മൾ സാധാരണ പഴം വെച്ചിട്ടല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഞങ്ങൾ നല്ല ചക്ക വരട്ടിയത് കൊണ്ട് ഉണ്ടംപൊരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ. നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഉണ്ടംപൊരിയുടെ റെസിപ്പി നമുക്ക് കാണാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. നമുക്ക് ഈ ഐറ്റം ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 250 ഗ്രാം ഗോതമ്പ് പൊടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു. നമുക്ക് ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ സാധാരണ നമ്മുടെ റേഷൻ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ നിറയെ ചക്ക വരട്ടിയതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചക്ക വരട്ടാൻ എല്ലാവർക്കും അറിയാലോ. ചക്ക വരട്ടി ഇതൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതുപോലെ കുറച്ച് നാളികേരക്കുത്ത്, അത് നമ്മൾ മൂപ്പിച്ചിട്ടുള്ളതൊന്നുമല്ല, ഡയറക്റ്റ് നമ്മൾ സാധാരണ നമ്മുടെ നാളികേരം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു സാധനം കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. ഒരു നുള്ള് ജീരകവും അതുപോലെ തന്നെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഉണ്ടംപൊരിയൊക്കെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ എല്ലാ സംഭവങ്ങളും നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി ആദ്യം തന്നെ നമ്മളിത് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ചക്ക വരട്ടിയതൊക്കെ നമ്മുടെ പൊടിയിൽ പിടിക്കാൻ കുറച്ചൊരു സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ യോജിച്ച് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതിന് ഒരു കറക്റ്റ് ടെക്സ്ചർ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ കുറേശ്ശെ തന്നെ എപ്പോഴും വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ അവസാനം നമുക്ക് മാവ് കിട്ടേണ്ട ഒരു രൂപം എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടേ. നമുക്കങ്ങനെ ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചും കൂടെ വെള്ളം കൂടിയ ഒരവസ്ഥയിലാണ് നമുക്ക് ഈ ഉണ്ടംപൊരിയുടെ മാവ് കിട്ടുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ മാവ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ നീണ്ടു വരില്ലേ, അതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് ഒരു 2 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേനും നമുക്കിത് വറുത്ത് കോരാനുള്ള എണ്ണ ചൂടാക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു അടി കട്ടിയിട്ടുള്ള ചട്ടി മാത്രം എടുക്കുക. ഇതേപോലെ ഒരു അടി കട്ടിയുള്ള ചട്ടി എടുത്തു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് റിഫൈൻഡ് ഓയിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഒരു 2 മിനിറ്റോളം നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാവ് ഇങ്ങനെ അത്യാവശ്യം കുറച്ചൊന്ന് പൊങ്ങിയ പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ വെള്ളം നനച്ചിട്ട് ഇതേപോലെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഉരുട്ടുന്ന സമയത്ത് കറക്റ്റ് ഒരു ബോളിൻ്റെ ഷേപ്പ് വരികയാണെങ്കിൽ നമ്മുടെ മാവ് കറക്റ്റ് ടെക്സ്ചർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേപോലെ നമ്മൾ കൈ നനച്ചിട്ട് ബോൾസ് ആക്കിയിട്ട് നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്. ഇതേപോലെ നമ്മൾ ഓരോന്നോരോന്നും എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളം കൈ വരയ്ക്ക് നന്നായിട്ട് നനഞ്ഞിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഈ മാവ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഞാൻ ഈ ഒരു ഇതിൽ 3 ഉണ്ടംപൊരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാടെണ്ണം ഇടാനുള്ളൊരു ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ മാവ് എടുക്കുന്ന ക്വാണ്ടിറ്റി, ഒരുപാട് മാവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉൾവശം വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം എടുക്കും കേട്ടോ. അപ്പോൾ പുറം വശം നല്ലോണം പെട്ടെന്ന് ഡാർക്ക് കളർ ആവുകയും ചെയ്യും. നമ്മൾ ഇതേപോലെ എണ്ണ മുകളിലേക്ക് തൂവി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക എപ്പോഴും. അപ്പോഴാണ് നമുക്ക് ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ സൈഡും ഒരേപോലെ മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണേ. അല്ലെങ്കിൽ നമ്മുടെ ഒരു സൈഡ് നല്ല കളറും മറ്റുള്ള സൈഡുകളിൽ ഇതുപോലെ കളർ കുറഞ്ഞിട്ടും ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ 2 സൈഡും ഏകദേശം തയ്യാറായി. നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചക്ക വെച്ചിട്ടുള്ള ഉണ്ടംപൊരി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെക്കേഷൻ സമയത്തൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എപ്പോഴും നമ്മൾ കുട്ടികൾ എന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഈ സമയത്ത് നല്ല ഹെൽത്തിന്ന് നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് പറയില്ല, എന്നാൽ കൂടെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ അടുത്തൊരു ട്രിപ്പും കൂടെ ഞാൻ ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഈ ഒരു മാവിന്ന് ഈ ഒരു വലുപ്പത്തിൽ എനിക്ക് 6 ഉണ്ടംപൊരിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എണ്ണ ഇതേപോലെ മേലേക്ക് ഇങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡും പെട്ടെന്ന് തന്നെ ഒരേപോലെ മൊരിഞ്ഞ് കിട്ടും നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമാർന്ന മറ്റൊരു നാടൻ വിഭവമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.